കുതികാൽ വെട്ടലിന്റെയും ചാണക്യതന്ത്രങ്ങളുടെയും ഈറ്റില്ലമായ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു വിടവാങ്ങിയ അജിത് പവാർ. അതിനിടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഭവത്തിന് പുതിയ മാനം നൽകുകയാണ്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും മമത ആവശ്യപ്പെട്ടു. അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹയാത്രികരും ബരാമതിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വിമാന ദുരന്തത്തിൽ മരിച്ചു. കടുത്ത നഷ്ടബോധം തോന്നുന്നു. അജിത് പവാറിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പിതൃസഹോദരൻ ശരത് പവാറിനെയും അജിത്തിന്റെ മുഴുവൻ സുഹൃത്തുക്കളെയും അനുയായികളെയും അനുശോചനം അറിയിക്കുന്നു. ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം, മമത എക്സിലെ കുറിപ്പിൽ പറഞ്ഞു. ഇത് അട്ടിമറി സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ന് രാവിലെ വിമാന ദുരന്തത്തിലാണ് അജിത് പവാർ ഉൾപ്പെടെയുള്ളവർ മരിച്ചത്. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മുതിർന്ന NCP നേതാവായ ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തറാവുവിന്റെയും ആശാതായിയുടെയും മകനായി മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബരാമതിയിൽ 1959 ജൂലൈ 22 അജിത് പവാറിന്റെ ജനനം. 8 തവണ നിയമസഭാംഗം, 5 തവണ ഉപമുഖ്യമന്ത്രി, 5 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി, 1 തവണ ലോക്സഭാംഗം എന്നീ നിലകളിലും അജിത് പവാർ പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 പൂനെയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായി പൊതുജീവിതം ആരംഭിച്ച അജിത് പവാർ 1991 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബരാമതിയിൽ നിന്നാണ് ആദ്യമായി നിയമസഭാംഗമായത്. 1991 സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയായി. 2010 അശോക് ചവാൻ മന്ത്രിസഭയിലാണ് ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭകളിൽ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി. 2019 മഹാവികാസ് അഗോഡി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 2022 ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ 2022 നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് BJPയോട് അടുത്തു, NCPയെ പിളർത്തി. അങ്ങനെ NDAയുടെ ഭാഗമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തനായി തുടർന്നു. ഇതിനിടെയാണ് അപകടം.